ഇന്നലത്തെ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആവേശകരമായ സമനിലയ്ക്ക് ശേഷം കുറെ ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള കമന്റുകൾ പലയിടത്തായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുഹമ്മദ് ഐമന്റെ കാര്യത്തിൽ. ഐമൻ കിട്ടിയ മൂന്നോളം അവസരങ്ങൾ തുലച്ചു കളഞ്ഞു. അതിനകത്ത് രണ്ടെണ്ണം ഗോൾഡൻ ചാൻസ് ആയിരുന്നു. ഐമൻ അത് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് സുഖമായിട്ട് ജയിക്കാൻ കഴിഞ്ഞേനെ എന്നൊക്കെയാണ് ഈ കമന്റുകളുടെ ഒരു അർത്ഥം. പല ആളുകളും അതിന്റെ പേരിൽ ഐമനെ പരിഹസിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐമൻ ആ റൈറ്റ് ഫ്ലാങ്കിൽ ഇറങ്ങിയതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾ ഇത്രയധികം ഭാവനാസമ്പന്നമായത് എന്നുള്ള കാര്യം മറക്കരുത്. കാരണം വിപിൻ മോഹൻ കണക്ട് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ത്രൂ പാസിലേക്ക് ഐമൻ എങ്ങനെ ഓടി വന്നു, ഐമന്റെ ക്രിയാത്മകമായിട്ടുള്ള നീക്കങ്ങൾ അവിടെ ചലനം ഉണ്ടാക്കി. ഐമൻ വന്നതിന് ശേഷമാണ് കുറേ അധികം ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ അതൊന്നും അതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ് എന്ന് കരുതി അദ്ദേഹം ഇത്ര വിമർശനമൊന്നും അർഹിക്കുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഐമന്റെ പേരിൽ ഐമൻ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത് ഇവാൻ ബുക്കോമാനോവിച്ചിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടായിരുന്നു. നമ്മുടെ അക്കാദമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐമന്റെ ക്രിയാത്മകതയുടെ കാര്യത്തിലും വർക്കിംഗ് എബിലിറ്റിയുടെ കാര്യത്തിലും ഒന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയം ഒരിക്കലും ഉണ്ടാവാനിടയില്ല. പക്ഷേ ഫിനിഷിങ്ങിന്റെ കാര്യം ആൾ കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ടൈം കൊടുക്കേണ്ടതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഐമൻ മികച്ചു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ടേണുകളൊക്കെ വേൾഡ് ക്ലാസ് ആണ്. ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ പരിചയക്കുറവ്, അനുഭവ സമ്പത്തിന്റെ അപര്യാപ്തത, പ്രായക്കുറവ്, ഇതെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മുടെ മിഖായിൽ സ്റ്റഹർ പറഞ്ഞതുപോലെ തന്നെ അവസരങ്ങൾ കൊടുക്കുമ്പോഴാണ് ഒരു താരം തെളിഞ്ഞു വരുന്നത്. അപ്പം ഐമൻ അവസരങ്ങൾ അർഹിക്കുന്നുണ്ട്. ആ ഗോൾ അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം തട്ടിപ്പറിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്, അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഐമനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുഭവമായിരിക്കും. നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത്.